അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കഹ്ഫ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 15 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് 16ാമത്തെ ആയത്ത് മുതൽ നമുക്കൊന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم മിർഫഖ. ഓക്കെ, നമുക്ക് തജ്വീദ് നിയമം ഒന്ന് നോക്കാം. വഇദ് തസൽ, നോക്കൂ ഇവിടെ ഹംസത്തുൽ വസ്ലിന് എന്തില്ല, ശബ്ദമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിച്ചേർത്ത് ഓതുക ചെയ്യുക അല്ലേ. എങ്ങനെ ഓതും? വഇദ് തസൽതുമൂഹും. ഓക്കെ, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. വ മദ് വന്നിട്ടുണ്ട്. ഐന് സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് കൊടുക്കുക. യഅ്ബുദൂന എന്ന് ഓതരുത് കേട്ടോ. യഅ്ബുദൂന ഇല്ലല്ലാഹ. ഇവിടെ ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ നീട്ടാനുള്ള മദ് വന്നിട്ടുണ്ട്, അലിഫ് മദ് അല്ലേ. നമ്മൾ ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ നീട്ടില്ല, കൂട്ടിച്ചേർത്ത് ഓതും എന്ന് പഠിച്ചതാണ് അല്ലേ. അപ്പം എങ്ങനെ ഓതും? ഇല്ലല്ലാഹ. ഓക്കെ, ഇല്ലല്ലാഹ ഫഊ, ഇല്ലല്ലാഹ ഫഊ. ഫ ഹംസക്ക് സുക്കൂന് വന്നിട്ടുണ്ട്. ഫഊ എന്ന് ഓതരുത്, ഹഫ് സുക്കൂന് കൊടുക്കാൻ പാടുള്ളൂ. ഫഊ ഫ ഫ. ഓക്കെ, ഫഊ ഇവിടെ മദ് വന്നിട്ടുണ്ട് അല്ലേ. നമ്മളിവിടെ 4 or 5 ഹരക്കത്ത് നീട്ടി ഓതി കൊടുക്കണം കേട്ടോ. ഫഊ ഇലൽ കഹ്ഫി, ഇലൽ കഹ്ഫി, ഇല ഇല. ഇവിടെ ഇലൽ കഹ്ഫി, ഇവിടെ ഒരു മദ് ഉണ്ടല്ലേ, ആ മദ് ഉണ്ട് അല്ലേ. പക്ഷെ നമ്മളവിടെ നീട്ടി ഓതില്ല. കാരണം എന്താണെന്നറിയോ? ഹംസത്തുൽ വസ്ലിന്റെ മുന്നേ വരുന്ന മദ്ദക്ഷരം എന്ത് ചെയ്യില്ല? അവിടെ മദ് ചെയ്യില്ല, പകരം കൂട്ടിച്ചേർത്ത് ഓതിപ്പോവും കേട്ടോ. ഓക്കെ, ഇലൽ കഹ്ഫി യൻഷുർ. ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂനില്ല, ഇവിടെ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ച് ഓതിപ്പോണം. യൻഷുർ എന്ന് ഓതില്ല, യൻഷുർ നാവ് മുകളിൽ തട്ടാതെ ഓതണം കേട്ടോ. യൻഷുർ ലക്കും റബ്ബുക്കും, യൻഷുർ ലക്കും. ഇവിടെ മീമിനെ വ്യക്തമായിട്ട് കും എന്ന് വ്യക്തമാക്കി ഓതണം കേട്ടോ. റബ്ബുക്കും, റബ്ബു റ ശ്രദ്ധിച്ച് ഓതുക. ഓക്കെ, റബ്ബുക്കും. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. മീമിൻ്റെ നിയമമാണ് കേട്ടോ, അതായത് മീമിൻ്റെ നിയമം. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, മിർ റഹ്മതിഹി. നോക്കൂ, നൂനിന് ശേഷം, നൂനിനോ തെൻവീനോ ശേഷം ലാമ് റ, ഈ 2 ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. എന്ത് ചെയ്യില്ല? മണിക്കാതെ കൂട്ടിച്ചേർത്ത് ഓതണം. മണിക്കാൻ പാടില്ല, പക്ഷെ കൂട്ടിച്ചേർത്ത് ഓതണം. എങ്ങനെ ഓതുക അവിടെ? മിർ റഹ്മതിഹി, മിർ റഹ്മതിഹി. ഓക്കെ, റഹ് ഹഫ് സുക്കൂന് കൊടുക്കണം കേട്ടോ. അവിടെ റഹ്മതിഹി ഈ ചിഹ്നം വന്നാൽ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണേ. വയുഹയ്യ്, ഇവിടെ നോക്കൂ, യഇന് ശബ്ദമുണ്ട്. എന്ത് ചെയ്യണം? ഒന്ന് കനപ്പിച്ചെടുക്കണം യഇനെ. വയുഹയ്യ്, ഇവിടെ ഹംസക്ക് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ വാവിൻ്റെ നിയമം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. വാവിനെ സർക്കിളായിക്കൊണ്ട് വേണം വ ഉച്ചരിക്കാൻ. ഓക്കെ, വയുഹയ്യ് ലക്കും മിൻ. ഇവിടെ മീമിന് ശേഷം മീമു വന്നു അല്ലേ, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. മീമിൻ്റെ നിയമമാണത്. മിൻ, ഇവിടെ നൂനിന് സുക്കൂന് വന്നു. അപ്പം നമ്മൾ എന്താണ് അവിടെ വ്യക്തമായിട്ട് ഇവിടെ ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കി ഓതുക. മിൻ അംരികും മിർഫഖ, മിൻ അംരികും മിർഫഖ. ഇവിടെയും മീമിന് ശേഷം മീം തന്നെ വന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ
മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. അംരിക്കും മിർഫഖ. ഓക്കെ, ഇവിടെ അവസാനത്തിൽ ഒരു അലിഫ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടിയിട്ട് വേണം ഓതി നിർത്താനായിട്ട്. ഓക്കെ, 17ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وترى الشمس إذا طلع ഇവിടെ രണ്ടനക്കം നീട്ടി കൊടുക്കണേ. ഉയർത്തി പറയണം. ഐനാണ്. ഇവിടെ ഒരേ അക്ഷരങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരേ അക്ഷരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്ത് ഓതണം കേട്ടോ. ഈ തഇനെ ഒരു തഇനെ മറ്റൊരു തഇലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക. കൂട്ടിച്ചേർത്ത് ഇദ്ഗാം ചെയ്ത് ഓതുക കേട്ടോ. ഇദ്ഗാം ചെയ്യുക പറഞ്ഞാൽ കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, താക്ക് ശ്രദ്ധയുണ്ട്. കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ആ ഒരു തഇന് കട്ടി, രണ്ട് തഇനെയും കൂടെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ നമ്മൾ ആ ശ്രദ്ധേൻ്റെ ആ ഒരു ശബ്ദം വരും അല്ലേ. അല്ലേ, അവിടെ കനപ്പിച്ച് ഓതി കൊടുക്കണം കേട്ടോ. ഇവിടെ ഇഖ്ഫാ ചെയ്യാൻ ഊനിനെ. കഹ്ഫിഹിം ദാതൽ യമീനി. ഇവിടെ ദാത യമീനി, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. സാധാരണ മദ്ദ്. ദാതൽ യമീനി വഇദാ ഗറബത് തഖ്രിദുഹും. തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരമാണ് ഇവിടെ നോക്കൂ, ഇവിടെയും മുമ്പേ വന്ന അതേ നിയമം തന്നെ. തഇന് ഒരു സുക്കൂനൊന്നും ഇല്ലാത്ത, ഒന്ന് ഫതഹ കിസ്റ ലമ്മ സുക്കൂനൊന്നും ഇല്ലാത്ത തഉം ഒന്നിന് ഹറക്കത്തുള്ള തഉ അല്ലേ. ഇങ്ങനെ വരികയാണെങ്കിൽ ആ തഇനെ മറ്റ് രണ്ട് തഇനെയും കൂടി കൂട്ടിച്ചേർത്ത് ഓതണം. ഇദ്ഗാം ചെയ്യണം, ലയിപ്പിച്ചോതണം കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു രണ്ട് താവും കൂടെ കനപ്പിക്കുമ്പം ആ ഒരു ശ്രദ്ധേൻ്റെ ഒരു കട്ടിയും കൂടെ കൂടി വരും. ഓക്കെ, അപ്പോൾ കൂട്ടിച്ചേർത്ത് ഓതുക. തഖ്, ഖാഫിന് സുക്കൂന് വന്നാൽ ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. കൽക്കലയുടെ ലെറ്റർ അല്ലേ ത. ഓക്കെ, തഖ്രിളുഹും ദാതശ്ശിമാലി. ദാതശ്ശിമാലി, ഷീന് ശ്രദ്ധയുണ്ട്, അവിടെ ഒരു കനപ്പിക്കണേ. ഷിമാലി. വഹും ഫീ ഫജ്വതിൻ മിൻഹു. വഹും, ഇവിടെ മീമിനെ വ്യക്തമായിട്ട് ഉച്ചരിക്കണം കേട്ടോ. വഹും ഫീ ഫജ്വതിൻ, ജീമിന് സുക്കൂനുണ്ട്, ഫുള്ള് സുക്കൂന് കൊടുക്കണം. കൽക്കലയുടെ ലെറ്ററാണ് ജീം. ഓക്കെ, ഫജ്വതിൻ. തൻവീന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇദ്ഗാം ബിഉന്ന, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, ഫജ്വതിൻ മിൻഹു, ഇവിടെ നിർത്തുകയാണെങ്കിൽ മിൻഹ്. ഫജ്വതിൻ മിൻഹ് എന്ന് ഹഇന് സുക്കൂന് കൊടുത്തിട്ട് വേണം നിർത്താൻ. നിർത്തുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ മിൻഹു ദാലിക എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോവുക കേട്ടോ. ദാലിക മിൻ, ഇവിടെ നോക്കൂ, നൂൻ്റെ മുകളിൽ സുക്കൂനുണ്ട്, ഇൽഹാർ ചെയ്യുക, വ്യക്തമാക്കി ഓതുക കേട്ടോ. മിൻ ആയാത്തില്ല. ആയാത്തി സാധാരണ മദ്ദാണ്. രണ്ട് മദ് അസ്ലി രണ്ടനക്കം നീട്ടിക്കൊടുക്കുക. ആയാത്തില്ല, ഇവിടെ നമ്മൾ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കൈല എന്നുള്ളൊരു ചിഹ്നമാണ്, ഇവിടെ നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം കേട്ടോ.
മയ്യഹ്ദില്ലാഹു മയ്യഹ്ദി നൂനിന് ശേഷം യ വന്നാൽ എന്ത് ചെയ്യണം? മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഓക്കെ, ഇത് ഒന്നയാണ്, മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണേ. മയ്യഹ്ദി ഹാഫ് സുക്കൂന് കൊടുക്കുക. യഹ്ദി യഹ്ദില്ലാഹു ഫഹുവ മുഹ്തദ് ഫഹുവ മുഹ്തദ്. ഇവിടെ ഹാഫ് സുക്കൂനാട്ടോ. മുഹ്തദ് എന്ന് ഓതരുത്. മുഹ്തദ്. നിർത്തുകയാണെങ്കിൽ ഇവിടെ ദാലിന് നിർത്തുകയാണെങ്കിൽ ഫുള്ള് സുക്കൂന് കൊടുക്കണേ. ദ് എന്ന് പറഞ്ഞ് ഫുള്ള് സുക്കൂന് അവിടെ കൊടുക്കണം. മുഹ്തദ്. നിർത്തുന്നില്ല എങ്കിൽ, നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ, നിർത്തുന്നില്ല എങ്കിൽ മുഹ്തദി വമൻ എന്നിങ്ങനെ പറഞ്ഞ് ഓതി പോവുക കേട്ടോ. ഓക്കെ, വമൻ യുദ്ലിൽ നൂനിന് ശേഷം, സക്കിനായ നൂനിന് ശേഷം യ വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. ഇത് ഒന്ന എന്ന് പറയൂ അല്ലേ. ഓക്കെ, നമ്മൾ പഠിച്ചതാണ്. വമൻ യുദ്ലിൽ ദ്വാദിന് സുക്കൂന് വന്നാൽ ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. കൽക്കലയുടെ ലെറ്റർ അല്ല ദ്വാദ്. ഓക്കെ, യുദ്ലിൽ ഫലൻ തജിദ. ഇവിടെ നൂനിനെ ഇഖ്ഫ ചെയ്യണം, മറച്ച് മണിച്ചോദനം കേട്ടോ. ഫലൻ തജിദ ലഹു. ഓക്കെ, ലഹു ഇവിടെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക കേട്ടോ. ലഹു വലിയം മുർഷിദ. വലിയം യന് ശ്രദ്ധയുണ്ടല്ലോ അല്ലേ, യന് ഒന്ന് കനപ്പിച്ചു കൊടുക്കുക കേട്ടോ. വലിയം തൻവീനു ശേഷം മീമു വന്നാൽ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം. നമ്മൾ പഠിച്ചതാണ് അല്ലേ. വലിയം. ഓക്കെ, വലിയം മുർഷിദ. രണ്ടനക്കം നീട്ടി ഓതി നിർത്തുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.